ഹായ് ഗൈസ്, ഒരിടത്തൊരിടത്തെന്നുള്ള സെഗ്മെൻറ്റിൽ നൂറ തൻ്റെ കഥ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നൂറയോട് ചോദിക്കാനുള്ളത്, 2 പ്രാവശ്യം അബ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ വിദേശത്ത് വെച്ച് എന്തുകൊണ്ട് അന്ന് നൂറ കുഞ്ഞു കുട്ടിയായിരിക്കുമല്ലോ, എന്തുകൊണ്ട് നൂറ അത് വീട്ടുകാരോട് പറഞ്ഞില്ല? ഇന്നിപ്പോൾ ഈ സെഗ്മെൻറ്റ് വരെ കാത്തിരിക്കണമായിരുന്നു. അന്ന് അതിലെ പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും നൂറയ്ക്ക് വീട്ടുകാരോട് പറയായിരുന്നു, വീട്ടുകാരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുമായിരുന്നു. ഇന്നിപ്പോൾ ആദിലെ ഇഷ്ടപ്പെട്ടു, 2 പേരും ഒന്നിച്ച് താമസിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കുന്നു. ഇനിയിപ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം? അന്ന് ഈ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നല്ലോ. 3 മക്കളിൽ ഏറ്റവും ലാളിച്ച് വളർത്തിയെന്ന് നൂറ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ ചിന്തയൊന്നും നൂറയ്ക്കില്ലായിരുന്നല്ലോ. ഇനിയിപ്പം നൂറയ്ക്ക് ഇഷ്ടമുള്ള ഭാഗത്തോട്ടൊക്കെ, നൂറയ്ക്ക് ആവശ്യമെന്ന് കാണുന്ന ഭാഗത്തോട്ടൊക്കെ നൂറ ചാഞ്ഞാലും ആദില സമ്മതിക്കില്ല. കാരണം ആദില അങ്ങനെ കുരുക്കി ഇട്ടിരിക്കുകയാണ് നൂറെ. ഇനിയിപ്പം നൂറ പെട്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ സ്നേഹിച്ച് ലാളിച്ച് അവർ വളർത്തിയെന്ന് നൂറയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അന്നേരം ഒന്നും മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ചിന്തിച്ചാലും ഇതിനൊരു പോംവഴി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇനി മറ്റൊരു കുടുംബമോ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ നൂറ ചിന്തിക്കുമോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നൂറ സങ്കടപ്പെടുന്നതിൻ്റെ എത്രയോ ഇരട്ടി അന്ന് മാതാപിതാക്കൾ സങ്കടപ്പെട്ട് കാണും. ഇന്നും അവർ സങ്കടപ്പെടുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ അബ്യൂസ്ഡായ കാര്യവും കൂടെ എടുത്ത് പറയുമ്പോൾ അവർക്ക് നൂറ ഇരട്ടി സങ്കടങ്ങൾക്ക് മേൽ സങ്കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തിരഞ്ഞെടുത്തു, നിങ്ങൾ ജീവിക്കുന്നു. ആ ഇളയ 2 പിള്ളേരെ പറ്റി ഒന്നും നൂറ ചിന്തിച്ചിട്ടില്ല. നൂറയ്ക്ക് നൂറയുടെ ആഗ്രഹവും ഇഷ്ടങ്ങളും സാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനൊരു കാര്യം നൂറ ഏറ്റവും ലാളിച്ച് വളർത്തിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉപ്പയായിട്ട് നല്ലൊരു ടേംസിലായിരിക്കും നൂറ കഴിഞ്ഞിരുന്നത്. അത്രയും ലാളിച്ച് വളർത്തിയെന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു കാര്യം ഉപ്പയുടെ മുന്നിൽ നൂറ അവതരിപ്പിച്ച് കാണണം. അവതരിപ്പിച്ചപ്പോൾ ഉപ്പ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ടും ഉമ്മയോടെ അത് പറയുള്ളൂ, നീ അതൊന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, നീ അതൊന്ന് ഡീല് ചെയ്യ്, കാരണം ഞാനിതൊക്കെ അവളോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നതെങ്കിലും ഉപ്പ പറഞ്ഞു, നമുക്കത് വേണ്ടാന്ന് ഉപ്പ പറഞ്ഞു. അപ്പോൾ ഉമ്മ സ്വാഭാവികമായിട്ടും ഉമ്മയില്ലേ, ഉമ്മ ചിലപ്പോൾ 2 അടി തന്ന് കാണും, അല്ലെങ്കിൽ എതിർക്കാവുന്നതിൻ്റെ പരമാവധി ഉമ്മ എതിർത്ത് കാണും. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ നൂറയുടെ ഇഷ്ടം തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ പണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ആ മാതാപിതാക്കൾ സമൂഹത്തിൻ്റെ മുമ്പിലും ബന്ധുക്കളുടെ മുന്നിലുമൊക്കെ അവരിപ്പോൾ വീണ്ടും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും, അവർ അപമാനിക്കപ്പെടും. അപ്പോൾ ഇതൊന്നും പറയാതെ എന്തെങ്കിലും 2 പേര് ഇഷ്ടം ഉണ്ടായിരുന്നു, അങ്ങനെ അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു. വീണ്ടും മാതാപിതാക്കൾ വിഷമിക്കും, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ നോക്കി വളർത്തിയത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമിക്കാൻ ഇതൊക്കെ കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം നൂറയ്ക്ക് ഇവിടെ നിന്നൊരു രക്ഷയില്ല. കാരണം ആദിലയുടെ കുരുക്കിൽ പെട്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം നൂറയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ നൂറയ്ക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കുരുക്കിലാണ് നൂറ പെട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജീവിക്കുക. ആ മാതാപിതാക്കൾ ഇനിയെങ്കിലും സങ്കടപ്പെടാതെ ജീവിക്കട്ടെ. അവരുടെ മരണം വരെ ഇനിയിപ്പോൾ അവർക്ക് ഈ സങ്കടം തന്നെയായിരിക്കും. കാരണം നൂറയ്ക്ക് ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്നവർ മനസ്സിലാക്കി കാണണം. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കേട്ടപ്പം വളരെ വിഷമമുണ്ട്. കാരണം 2 പേര് തങ്ങളുടെ ഇഷ്ടം കൂടുമ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ ആരെതിർത്താലും അത് ആണിനോടും പെണ്ണിനോടും ഇഷ്ടമായാലും അവിടെ എതിർപ്പിനൊന്നും യാതൊരു വാല്യൂ ഇല്ല. കാരണം പ്രായപൂർത്തിയായവരുടെ ഇഷ്ടമാണ്. പക്ഷേ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ മാതാപിതാക്കൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുക. അതിലേക്കും വേറൊരാൾക്കും പിന്നൂറയ്ക്കും അല്ലാതെ ഇങ്ങനെ ഒരു അബ്യൂസ്ഡുണ്ടായ കാര്യം ആർക്കും അറിയില്ല. മാതാപിതാക്കൾ പോലും ഇപ്പോഴായിരിക്കും അത് കേൾക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ ഉള്ള അവരുടെ വിഷമം എത്രത്തോളമായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ജീവിക്കുക. ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും പെട്ടുപോയി, അതിൽ തന്നെ മുറുകി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്നാലും കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് തോന്നി.